ഗുജറാത്തിലെ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച ബ്രിട്ടീഷ് പൗരന്മാരുടെ മൃതദേഹങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യൻ അധികൃതർ അലംഭാവം കാട്ടുന്നതായി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ. അപകടത്തിൽ മരിച്ച പല ബ്രിട്ടീഷ് പൗരന്മാരുടെയും മൃതദേഹങ്ങൾ മാറിപ്പോയി എന്നാണ് UK കുടുംബാംഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് UK മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അഹമ്മദാബാദിലുണ്ടായ എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ മരണപ്പെട്ടത് 262 പേരാണ്. ഇതിൽ 52 പേർ ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യക്കാരാണ്. അപകടത്തിൽ മരിച്ച പല ബ്രിട്ടീഷ് പൗരന്മാരുടെയും മൃതദേഹങ്ങൾ മാറിപ്പോയി എന്നാണ് ഡെയിലി മെയിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആരോപിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് അയച്ചു തന്നിട്ടുള്ള ശവപ്പെട്ടിയിൽ ഉണ്ടായിരുന്നത് തങ്ങളുടെ കുടുംബാംഗങ്ങളുടേതല്ല എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഒരു ശവപ്പെട്ടിയിൽ പല ശവശരീരങ്ങളുടെ ഭാഗങ്ങളും ഉണ്ടായിരുന്നെന്ന് ഇവർ ആരോപിക്കുന്നു. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ നൽകിയ സാമ്പിളുകളുമായി DNA താരതമ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ കുടുംബക്കാർ അറിഞ്ഞത്. ബ്രിട്ടനിലും ഇന്ത്യയിലും ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ്. ബ്രിട്ടൻ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ഇക്കാര്യത്തിലുള്ള ബ്രിട്ടൻ്റെ ആശങ്കകൾ അറിയിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതുവരെ ഇത്തരത്തിൽ 2 സംഭവങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ സമാനമായ മറ്റ് സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യം വിശദമായി പരിശോധിക്കുവാൻ തന്നെയാണ് UK ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മരിച്ച പല ബ്രിട്ടീഷ് പൗരന്മാരുടെയും കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഇക്കാര്യത്തിൽ കടുത്ത ആശങ്കയിലാണ്. വിമാനാപകടത്തിൽ മരിച്ചവരിൽ 52 പേർ ബ്രിട്ടീഷ് പൗരന്മാരാണ്. ഇവരിൽ ചിലർ ഇന്ത്യൻ വംശജർ കൂടി ആയതുകൊണ്ട് നാട്ടിൽ തന്നെ അവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുകയായിരുന്നു. ഇവരിൽ 12 പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്നത്. ഇന്ത്യയിൽ നിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായതിൽ ബ്രിട്ടീഷ് ഇന്ത്യക്കാരായ കുടുംബങ്ങളെല്ലാവരും കടുത്ത നിരാശയിലാണ്. കഴിഞ്ഞ ജൂൺ 12 അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനം പറന്നുയർന്ന ഉടനെ തന്നെ തകർന്നു വീണ് 262 പേർ കൊല്ലപ്പെട്ടത്. ഇതിൽ ഒരാൾ മാത്രമാണ് ലെസ്റ്റർ സ്വദേശിയായ UK ലെസ്റ്റർ നഗരത്തിൽ താമസിക്കുന്ന ഗുജറാത്തിയായ ബ്രിട്ടീഷുകാരൻ മാത്രമാണ് ഈ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. അപകടത്തിൽ മരിച്ചവർക്ക് 1 കോടിയോളം രൂപയാണ് എയർ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഓണർമാരായ ടാറ്റ കമ്പനി ഓഫർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ വിമാന ദുരന്തവും അതേ തുടർന്നുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളും ഇന്ത്യയെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ താത്തിക്കെട്ടുവാനായി ഒരുപറ്റം വിദേശ മാധ്യമങ്ങൾ ഉപയോഗിക്കുകയാണ്. എങ്കിലും പറയാതെ വയ്യ, ഇക്കാര്യത്തിൽ ഇന്ത്യ കുറച്ചുകൂടി ഒരു കരുതൽ എടുക്കേണ്ടതായിരുന്നു. എടുത്തിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു നാണക്കേട് ഇന്ത്യക്ക് ഒഴിവാക്കാമായിരുന്നു.